വിഷ്ണു, ഇപ്പോഴും ലൈസൻസി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞ കാര്യം എത്ര തൊഴിലാളികൾ അവിടെ ഉണ്ടായിരുന്നു, ഈ തൊഴിലാളികളൊക്കെ എവിടെ നിന്ന് വന്നവരാണ്, അവരുടെ പേര്, അവരുടെ വിലാസം, ആ കാര്യങ്ങളൊക്കെ ഈ ലൈസൻസിയായ സതീഷിന്റെ പക്കലാണുള്ളത്. പക്ഷേ സതീശൻ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണ്. അപ്പോൾ ആ പേര് വിവരങ്ങൾ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം എത്ര പേരുണ്ടായിരുന്നു അവിടെ ആ സമയത്ത് ജോലി ചെയ്യാൻ എന്നുള്ള കണക്ക് പോലും നമ്മുടെ കയ്യിലില്ല. ആ വിവരങ്ങൾ കിട്ടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് വിഷ്ണു? തീർച്ചയായും നമുക്കിപ്പോൾ ഇവർക്ക് ഈ പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധനയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഈ സംഭവം നടന്ന ആ സംഭവ സ്ഥലത്ത് തന്നെയുള്ള ആ പരിസരത്തുള്ള ആളുകളാണ് ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നത് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു ഏകദേശ ധാരണയായിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ഉള്ള ഒരു കണക്കെടുപ്പാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ ലൈസൻസിക്കും ഈ പരിക്ക് പറ്റി ഇവിടെ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടുന്നതിൻ്റെ വലിയ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് അത് ഇത്തരത്തിലുള്ള വിവരശേഖരണത്തിൽ നടത്തിക്കൊണ്ട് ആ ഒരു പരിപൂർണമായിട്ടുള്ള ലിസ്റ്റ് തയ്യാറാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നേരത്തെ ഒരു അവിടെ നിന്നും രക്ഷപ്പെട്ട ഒരു വ്യക്തിയുടെ അടക്കമുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ അവരോടുമായി സംസാരിച്ച ആ സന്ദർഭത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതിലൊരു ലിസ്റ്റ് എടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയുടെ ഒരു വിഭാഗം തന്നെ ഇന്നത്തെ ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി മാത്രം അത് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ക്രമീകരണങ്ങളും അത് സജ്ജമാക്കിയിട്ടുണ്ട്. ബേൺസ് യൂണിറ്റ് അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ബേൺസ് യൂണിറ്റാക്കി മാറ്റി ഇന്ന് രാവിലെ മുതൽ ഡ്യൂട്ടി കഴിഞ്ഞ് പോയ നഴ്സുമാരും അതുപോലെ തന്നെ ഡോക്ടർമാരുമായിട്ടുള്ളവരെയൊക്കെ മടക്കി വിളിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു ചികിത്സയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇവിടെ ആശുപത്രി അധികൃതരുടെയും സർക്കാർ സംവിധാനങ്ങളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നിരന്തരമായി അതിന്റെ ഫോളോ അപ്പുകൾ നടത്തുന്നതിന് വേണ്ടി വിവിധ വകുപ്പ് മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇവിടെ നേരിട്ട് എത്തുന്നുമുണ്ട്. അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. ഏതായാലും നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 13 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം 7 പേർക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുൻപ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കിയത്. ഇത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ അതേസമയം തന്നെ ഒരാൾക്ക് അതിതീവ്രമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ട്. അദ്ദേഹത്തെ നിലവിൽ വെന്റിലേറ്റർ സഹായത്തിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റ് 5 പേർക്കും കൂടി ഗുരുതരമായി പരിക്കേറ്റ ആളുകൾ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചികിത്സയെല്ലാം വേണ്ട വിധത്തിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് അടക്കമുള്ള സേവനങ്ങൾ ആവശ്യമാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതെല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് പരിക്ക് പേറ്റവരെ പറ്റിയുള്ള വിവരങ്ങൾ അവരുടെ വിവരങ്ങളടക്കം ലഭ്യമായിരുന്നില്ല ഇതുവരെ. ഇപ്പോൾ കൃഷ്ണൻകുട്ടി പറഞ്ഞത് വച്ച് ആണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കുറച്ചു പേരുടെ ഒരു പേര് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല. അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളടക്കമുള്ള ഒരു പുറത്തോട്ട് മാധ്യമങ്ങൾക്കടക്കമുള്ള ഒരു വിവരങ്ങൾ കൈമാറിയിട്ടില്ല. ഏതായാലും അതിലൊരു ഊഹാപോഹങ്ങൾക്ക് ഒരു ഇട നൽകാത്ത വിധം അതൊരു ആശങ്ക. പ്രകാശാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.